നാഥാ നിൻ കൃപ മാത്രം നന്ദിയോടെ സ്തുതി സ്തോത്രം. നാഥാ നിൻ കൃപ മാത്രം നന്ദിയോടെ സ്തുതി സ്തോത്രം. നീ മാത്രമെൻ തണലെന്നും നീ മതി എന്നേശുവേ. നീ മാത്രമെൻ തണലെന്നും നീ മതി എന്നേശുവേ. നാഥാ നിൻ കൃപ മാത്രം നന്ദിയോടെ സ്തുതി സ്തോത്രം. നാഥാ നിൻ കൃപ മാത്രം നന്ദിയോടെ സ്തുതി സ്തോത്രം. നാഥാ നിൻ കൃപ മാത്രം നന്ദിയോടെ സ്തുതി സ്തോത്രം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നല്ലോ. നന്ദിയപ്പാ, നന്ദി. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ എൻ്റെ കർത്താവിൻ്റെ പാദപിടം ചാർന്നിരിപ്പാനും സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ പാദപിടം ചാർന്ന് കടന്നു വരുവാനും ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിപ്പാനും ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന എല്ലാ ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പൻ്റെ പക്കല ദാനമായി തന്ന് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്കുള്ളവരെയും തിരുമുൻപാകെ സമർപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ശ്രമിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒന്നുപോലെ അനുഗ്രഹിക്കണമേ കർത്താവ്. എവിടെയായിരുന്നാലും കർത്താവിൻ്റെ ആ തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ എല്ലാ മക്കളെയും മറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം വരാമായിരിക്കുന്ന ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാതി പകർച്ചയാതി മരണത്തിന് ഏൽപ്പിക്കാതെ ഞങ്ങളെ സൂക്ഷിക്കുമാറാകണം. ഞങ്ങളുടെ വാഹനയാത്രയിലും വഴിയാത്രയിലും കൂടെ ഇരിക്കണം. ഞങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്നത് നന്ദി ഞങ്ങളെ പോഷിപ്പിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. പിതാവ്, ഞങ്ങളുടെ കുടുംബത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. സൗഖ്യത്തോടെ സമാധാനത്തോടെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൺമണി പോലെ സൂക്ഷിക്കണമേ. ആരോഗ്യത്തിനും കൃപയിലും ഒരു നടത്തണേപ്പ. അവരുടെ പഠനത്തെ മാനിക്കണേ കർത്താവേ. നല്ല ബുദ്ധിയും ജ്ഞാനവും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണേപ്പ. കർത്താവിനോട് ചാർന്ന് പ്രാർത്ഥിച്ച് പഠിക്കുന്ന മക്കളായിത്തീരാൻ സഹായിക്കണം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നൽകിയവരെ സഹായിക്കണം. ഉത്തരവാദിത്തോടും ഉത്സാഹത്തോടും അവർ പഠിക്കുവാൻ ഇടയാക്കുമാറാകണം. അവർ പഠിക്കുന്നതൊക്കെ അവരുടെ ഹൃദയത്തിൽ പതിയാൻ സഹായിക്കുമാറാകണം. പ്രത്യേകിച്ച് 10ലും 11ലും 12ലും പഠിക്കുന്ന മക്കളുണ്ട്. മറ്റ് ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിന് പഠിക്കുന്ന മക്കൾ, OIT പഠിക്കുന്നവർ, IELTS പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, കർത്താവെ പ്രൊമട്രി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. അതാ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. അവർക്ക് ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണേ. അവരുടെ പരീക്ഷയിൽ കൂടെ ഇരിക്കണേ. വലിയ ജയം ഒരുക്കണേ അപ്പ. റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളുണ്ട്. നല്ല ജയം നൽകി അവരെ അനുഗ്രഹിക്കണം. നല്ല ജയം നൽകി അനുഗ്രഹിച്ച മക്കളുണ്ട്. അവരുടെ വഴികളെ വിശാലമായി തുറന്നു കൊടുത്ത് മാനിക്കുമാറാകണം. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മുൻപിൽ അത്ഭുതത്തിൻ്റെ കരം നീട്ടി അവരെ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. നാഥാ, ഞങ്ങളുടെ ജോലി ചെയ്യുന്ന മക്കളെ സമർപ്പിക്കുന്നു. ആരോഗ്യത്തിലും കൃപയിലും സമാധാനത്തിലും വരെ സൂക്ഷിക്കുമാറാകണം. എല്ലാ സൗഖ്യവും തന്നെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണം. ദൈവമായ കർത്താവെ, ഈ സമയം നാടും വീടും വിട്ട് മാതാപിതാക്കളില്ലാത്ത സ്ഥാനത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ സ്വർഗ്ഗം അവരെ പരിപാലിക്കുമാറാകണം. ശത്രു അവരെ കാണരുത്, ദുഷ്ടപിശാച് അവരെ തുടരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. യാതൊരു ദോഷവും തട്ടാതണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്വർഗ്ഗം പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെയും കാത്തുകൊള്ളണേ. സമാധാനത്തോടും സന്തോഷത്തോടും ജീപ്പൻ അവരെ സഹായിക്കണേ. ശത്രു അവരെ കാണല്ലേ കർത്താവ്. ദൈവമായ കർത്താവ്, ഈ സമയം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൊച്ചു പൈതങ്ങളെ ബാലപീഠയിൽ നിന്ന് വിടുവിച്ച് വളർത്തി തരുമാറാകണം. പകർച്ചബാധകളിൽ നിന്നൊക്കെ അവരെ വിടുവിക്കുമാറാകണം. ബാലപീഠയിൽ നിന്നെല്ലാം വിടുവിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് വളർത്തി തരുമാറാകണം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി വളർന്നു മുതിർന്ന് വരുവാനും സഹായിക്കണം. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്ന കർത്താവ്. ദൈവമായ കർത്താവ്, ഈ സമയം കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. അവിടുത്തെ സമാധാനം ഓരോ കുഞ്ഞുങ്ങൾക്ക് നൽകി അവരെ സഹായിക്കണേ കർത്താവ്. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ. കർത്താവെ, ജോലി നൽകി മാനിക്കണമേ. മറ്റുള്ളവരുടെ മുൻപിൽ തലകുനിച്ച് നിൽപ്പാൻ, കൈനീട്ടുവാൻ അനുവദിക്കാതെ
എൻ്റെ സ്വർഗത്തിലെ അപ്പൻ വഴിവാതിൽ തുറന്നു കൊടുത്ത് മാനിച്ചേ മതിയാവ് കർത്താവേ. അങ്ങ് അത്ഭുതത്തിൻ്റെ ദൈവമാ. കരുണയുടെ വാതിൽ ഞങ്ങൾ മുട്ടുകയാ കർത്താവേ. ആ വാതിൽ ഞങ്ങൾക്ക് നേരെ തുറന്നു തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഹാലലി ഓഗസ്റ്റ് മാസത്തിൽ തന്നെ എല്ലാ മക്കൾക്കും ജോലി നൽകി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ സമയം വിവാഹപ്രായമായ ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. തക്ക തുണയെ ഒരുക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം. സ്വർഗം അത്ഭുതങ്ങളെ ചെയ്ത് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ സഹായിക്കണമേ. തലമുറകളെ നൽകി അനുഗ്രഹിച്ചാട്ട് കർത്താവേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നപ്പോൾ മാസന്തികയോളം കൂടിയിരിക്കണം. സുഖപ്രസവം നൽകണം. ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ കണ്ട് സന്തോഷിക്കണം. എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും വൈദ്യങ്ങളെ വിടുവിക്കുമാറാകണം. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്ന കർത്താവേ സ്തോത്രം. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. എല്ലാ നല്ല ദാനങ്ങളെ കൊണ്ട് മക്കളെയും നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് യാത്രയിലായിരിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. യാത്ര പോകാൻ ഒരുങ്ങുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. നിശ്ചിത സ്ഥാനത്തെത്തുവോളം കൃപയ്ക്കുള്ളിൽ ഓരോ മക്കളെയും മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ തിരുകരങ്ങളിൽ ഏൽപ്പിക്കട്ടപ്പ. ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ഓരോ മക്കൾക്കും വേണ്ടുന്നത് ദിനംതോറും കൊടുത്ത് പോഷിപ്പിക്കുമാറാകണം. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന മക്കൾ, ചെറുതും വലുതുമായ ബിസിനസ് ചെയ്യുന്ന മക്കളെ കർത്താവ് അനുഗ്രഹിക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ വേണ്ടുന്നതെല്ലാം കൊടുത്ത് പോഷിപ്പിക്കുമാറാകണം. ഓരോ മക്കളുടെയും യാത്രകളിലും കർത്താവ് കൂടെ ഇരിക്കണം. ആപത്തനത്തിന് വിടുവിക്കണം. ശത്രു ആരെയും വഴിവന്തിയെ കർത്താവ് തടയാൻ അനുവദിക്കല്ലേ. കർത്താവെ, ഒരു അപകടമോ ആപത്തോ ഉണ്ടാൻ അനുവദിക്കല്ലേ. കർത്താവ് നിൻ്റെ മക്കളെയെല്ലാം സൂക്ഷിക്കണം. എല്ലാ വാഹനത്തെയും രക്തം കൊണ്ട് മുദ്രയിടണമേ. വാഹനം ഓടിക്കുന്ന മക്കളെ കർത്താവ് കാത്തുകൊള്ളുമാറാകണമേ. തിരുസാന്നിധ്യത്തിൻ്റെ മറവിലങ്ങ് മറയ്ക്കണമെന്നടിയിലങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം 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 കർത്താവേ. അപ്പോൾ കടഭാരത്തിന് നടുവിലായിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. ആരോടും പറയാൻ മേലാത്ത വേദനകളുള്ളിൽ ഒതുക്കി കഴിയുന്ന ജീവിതങ്ങൾക്ക് സ്വർഗം തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിഹാരമായി എൻ്റെ അപ്പൻ ഇറങ്ങിയ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. സ്വർഗം ഇറങ്ങണമേ, അത്ഭുതങ്ങളെ ചെയ്യണമേ, നിൻ്റെ ദൂതനെ ഇറക്കണേ അപ്പ, സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ സമയം വാടക ഭവനിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ടപ്പ. കർത്താവേ, ആ വാടക ഭവനമൊക്കെ ഒന്നൊഴിഞ്ഞ് ഒരു സ്വന്തം ഭവനത്തിൽ പാർക്കുവാൻ ദൈവം ഒരു അവസരം നൽകണമേ. അതിനായി വഴിവാതിൽ തുറക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഭവനം പണിയുന്ന പ്രിയ മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കണേ. എല്ലാ ആവശ്യങ്ങളുടെ നടുവിൽ സ്വർഗം ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ സമർപ്പിക്കുന്നു. അപ്പോൾ ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും ആയിരിക്കുന്നവരുണ്ട്. വെൻറ്റിലേറ്ററിലും ICUലും CCUലും കിടക്കുന്നവരുണ്ടപ്പ. മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് കിടക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ജീവിതങ്ങളുണ്ടപ്പ. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ ഹിതം നിറവേറ്റുമാറാകണം. അപ്പാ, നിൻ്റെ ഹിതമെങ്കിൽ സൗഖ്യം അപ്പ. സ്തോത്രം സ്തോത്രം അപ്പ. കഷ്ടമനുഭവിപ്പാൻ അനുവദിക്കരുത് നടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഈ സമയം കർത്താവേ, ഞങ്ങളുടെ ക്യാൻസർ രോഗികളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കിഡ്നി രോഗികളുണ്ട്, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരുണ്ട്, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവരുണ്ട് കർത്താവേ. ഉദരസംബന്ധമായ പല രോഗാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവേ, ആസ്മ രോഗികളുണ്ട്, തൈറോയിഡ് ഉള്ളവരുണ്ട്, അലർജി ഉള്ളവരുണ്ട്, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവരുണ്ട്, കാഴ്ചയും കേൾവിയും ഇല്ലാത്തവരുണ്ട്, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട് കർത്താവേ. പല്ലിൻ്റെ വേദനയും ചെവിയുടെ വേദനയാൽ ഭാരമുള്ളവരുണ്ട് കർത്താവേ. യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരുണ്ട് കർത്താവേ. സ്തോത്രം. പനിയാൽ ചുമയാൽ ഭാരപ്പെടുന്നൊരു കർത്താവേ. അപ്പൻ്റെ ബലമുള്ള കാര്യത്തിൽ ഏൽപ്പിച്ച് തരികയാണ് കർത്താവേ. പ്രത്യേകിച്ച് ശരീരമാസകല നീർക്കെട്ടുകളാൽ വേദനകളാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, തലമുടി കൊഴിയുന്ന ജീവിതങ്ങൾ, എൻ്റെ കർത്താവെ, ഉറക്കമില്ലാത്ത ജീവിതങ്ങളെല്ലാം തിരുമുൻപാകെ തരുന്നപ്പാ. അങ്ങ് മരുന്ന്, അങ്ങ് വൈദ്യനാവുന്ന തൊട്ടാൽ മതി, സൗഖ്യമുണ്ട്, വിടുതലുണ്ട് കർത്താവെ. ആശ്വാസം തന്ന പ്രിയപ്പെട്ടവരും ഉണ്ടപ്പാ. സ്തോത്രം ചെയ്യുന്ന സ്തോത്രം. ഞങ്ങൾ പലപ്പോഴും നന്ദി കെട്ടവരാപ്പാ. ഞങ്ങൾ പലപ്പോഴും അവിശ്വസ്തരാ കർത്താവെ. അപ്പോൾ ഞങ്ങളുടെ സൗഖ്യം തന്ന പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ നന്ദിയോടെ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. സ്വർഗം വിടുവിച്ചതാപ്പാ. നന്ദി പറയുക, സ്തോത്രം ചെയ്യുക. വീണ്ടും സമാധാനത്തോടെ കാത്തുകൊള്ളണമേ കർത്താവ്. വീണ്ടും സൗഖ്യം പ്രതീക്ഷിച്ച് കാത്തുകിടക്കുന്ന തൻ്റെ മക്കളുടെ മേലോട്ട് സൗഖ്യമയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാലിൽ അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലോ. എൻ്റെ അപ്പൻ്റെ അൻപാർന്ന കരം ഓരോ മക്കളെയും തൊടുമാറാകണമേ. ഈ രാത്രികാലം ഹാലിലെ സൂക്ഷിച്ച ദൈവം പകൽക്കാലം സൂക്ഷിപ്പാൻ സർവശക്തനാണ്. ബലമുള്ള കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമായ കർത്താവെ, ആണിപ്പഴുതുള്ള കാര്യം ഉച്ചമുതലുള്ള കാലം വരെ തൊടണം. വിടുതലും ആശ്വാസം പ്രാപിച്ച് മഹത്വമേറിയ സാക്ഷ്യം കരയറ്റുവാൻ ഓരോ മക്കളെയും സഹായിക്കണം. വീൽ ചെയറിലും കിടക്കകളിലും ആയിരിക്കുന്നവർ, കൈകാൾക്ക് ചലനമില്ലാത്തവർ കർത്താവെ, പ്രത്യേകിച്ച് മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോരുന്ന അനേക കുഞ്ഞുങ്ങൾ, മരുന്നിനടിമപ്പെട്ടവരുണ്ട് കർത്താവെ. നീ അവരോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്നവരുണ്ടപ്പാ.
മാനസാന്തരം നൽകണമേ. അനേക മാതാപിതാക്കൾ കരയുന്നു, അനേക സഹോദരിമാർ കരയുന്നു, അനേക കുഞ്ഞുങ്ങൾ കരയുന്നപ്പോൾ അവരെ ചൊല്ലി കർത്താവെ നീ സന്ദർശിക്കുമാറാകണമേ. നിൻ്റെ സന്ദർശനത്തിൻ്റെ കരമൊന്ന് അയക്കണമേ കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. മദ്യപാനികളുടെ അമേൻ കർത്താവെ ഒരു മാനസാന്തരം നൽകണമേ അപ്പാ. അത് വായിക്ക് അലർജിയായിട്ട് മാറട്ടെ, ഉദരത്തിൽ വേദനയായി മാറട്ടെ കർത്താവെ. നീ ഒന്ന് സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുടുംബത്തോട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് കർത്താവ്, ഞങ്ങളുടെ ദേശത്തോട്, ഞങ്ങളുടെ ആരോഗ്യത്തോട്, ഞങ്ങളുടെ സ്വസ്ഥതയോടൊക്കെ പോരാടി നിൽക്കുന്ന, ഞങ്ങളുടെ സമ്പത്തിനോട് പോരാടി നിൽക്കുന്ന എല്ലാ അന്ധകാരത്തിൻ്റെ ദുഷ്ടപ്പോരുകളെയും സ്വർഗം ശാസിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ കരുണയും കൃപയും ഞങ്ങളുടെ മേൽ വേണം കർത്താവെ. അപ്പോൾ അത്യന്തപരമായ ശക്തി ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ അയക്കണമേ അപ്പാ. അവിടുന്ന് ഞങ്ങളെ കരുതണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിൻ്റെ മേൽ സൗഖ്യമയക്കണം, സമാധാനമയക്കണം. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ ഞങ്ങളെ വിടുവിക്കണം. പ്രത്യേകിച്ച് ഈ സമയം വയനാട്ടിൻ്റെ പ്രദേശത്തെ ഓർക്കുന്നപ്പാ. ശേഷിക്കുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കണമേ. ദേശത്തിൻ്റെ മേൽ കരുണ വേണം അപ്പാ. അവിടുന്ന് സൂക്ഷിക്കണമേ അപ്പാ. വേണ്ടുന്നെല്ലാം കൊടുത്ത് പോഷിപ്പിച്ച കർത്താവെ, നഷ്ടപ്പെട്ടതിലുപരിയായി നീ മടക്കി കൊടുക്കാൻ സർവ്വശക്തനായി ഈ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അവരുടെ ഭീതിയും ഭാരവും ഭയവും ഒക്കെ മാറ്റി സന്തോഷത്തോടെ വസിപ്പാൻ അവരെ സഹായിക്കണം. വേർപാടിൻ്റെ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്ന ജീവിതങ്ങളിൽ നിന്ന് കർത്താവ് ആശ്വാസം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശേഷിക്കുന്ന ജീവിതങ്ങളോട് മനസ്സറിയണം, കരുണ കാണിക്കണം, ദൈവപ്രവൃത്തിയോട് വെളിപ്പെടണം. പ്രവർത്തനം നടത്തുന്ന മക്കളെ കാത്തോണേയപ്പാ. ആരോഗ്യം ബലവും കൊടുക്കണേ, സൗഖ്യത്തിൽ സൂക്ഷിക്കണേ, വേണ്ടുന്നെല്ലാം കൊടുത്തവരെ മാനിക്കണമേ കർത്താവ്. പല വിധത്തിൽ സഹായിപ്പാൻ തക്കവണ്ണം കർത്താവേ മുൻപോട്ട് വരുന്ന ഓരോ മക്കളെയും കർത്താവ് കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവ്. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഞങ്ങളെ തന്ന് സഹായിക്കണം. ഞങ്ങളുടെ ഭരണകർത്താക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. സുവിശേഷ വേല നിമിത്തം ജയിൽവാസം അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. തൻ്റെ മക്കളെ മോചിപ്പിക്കണമേ. വിടുതലോടെ ദൈവത്തിൻ്റെ വേല ചെയ്യാൻ പിന്നെയും സഹായിക്കണം. അങ്ങനെ എല്ലാ പ്രാർത്ഥന വിശുദ്ധ അപ്പച്ചൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അടിയൻ മറന്നാലും മറക്കാത്ത കർത്താവ് ഓരോരുത്തരുടെ മേലും അവിടുത്തെ അനുഗ്രഹങ്ങളെ പകരണമേ. സൗഖ്യത്തെ അയക്കണമേ, സമാധാനത്തെ കൊടുക്കണമേ, സമൃദ്ധിയിൽ നടത്തണമേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുകയാണ്. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം.